ജയചന്ദ്രനെ പറ്റി ഓർത്താൽ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഗാനം എന്ന് പറയുന്നത് മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന് പറയുന്ന ഗാനമാണ്. അതാണ് ഒരുപക്ഷെ മലയാള ചലച്ചിത്ര ഗാന രംഗത്ത് അദ്ദേഹത്തിന്റെ പേര് ആദ്യമായിട്ട് കയ്യൊപ്പോതിപ്പിച്ചത്. പലരും ആലോചിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഈ വേദിയിൽ ഈ ചലച്ചിത്ര ഗാനങ്ങളെ പറ്റി സംസാരിക്കുന്നത് എന്നുള്ളത്. ആകസ്മികമായിട്ട് അതങ്ങനെ കണക്റ്റായി എന്ന് കരുതിയാൽ മതി. നമുക്ക് അതിൽ നിന്ന് ബിസിനസ്സിലേക്ക് വരാം. ടൈപ്പ് റൈറ്ററിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ കമ്പ്യൂട്ടറിലേക്ക് മാറാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നത് കേട്ട കാലത്ത് ജീവിച്ച ആൾക്കാരാണ്. പക്ഷേ ജയചന്ദ്രനിലേക്ക് പോയാൽ അദ്ദേഹം ആദ്യത്തെ പാട്ട് പാടുമ്പോൾ ഓർക്കസ്ട്രയ്ക്കും പാടുന്നവർക്കുമായിട്ട് ഒരു മൈക്ക് ഉള്ള കാലത്താണ് പാടുന്നത്. കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അത് 2 മൈക്കായി. കുറച്ചാളുകൾ കഴിഞ്ഞു പോയപ്പോൾ എവിടെയോ ഇരുന്ന് ഒരാൾ പാടുന്നു, എവിടെയോ ഇരുന്ന് ഒരാൾ സംഗീതം കൊടുക്കുന്നു എന്ന കാലത്തിലായി. ഈ കാലത്തിലെല്ലാം ജയചന്ദ്രന് മാറ്റമൊന്നുമില്ല, അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ പാട്ട് പാടുമ്പോൾ ഗ്രാമഫോൺ റെക്കോർഡായിരുന്നെങ്കിൽ പിന്നീടത്തെ ഗാനം വന്നപ്പോൾ അത് കാസറ്റായി, CD ആയി, MP3 പ്ലെയറായി. ഇപ്പൊ എനിക്ക് തോന്നുന്നു അതിന്റെ പുതിയ ടെക്നോളജിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അദ്ദേഹത്തിന് മാറ്റമൊന്നുമില്ല. അദ്ദേഹം ആ ടെക്നോളജി എല്ലാം സ്വാംശീകരിച്ച് ആ ടെക്നോളജി എല്ലാം കൈക്കലാക്കി ആ ടെക്നോളജിയുടെ എല്ലാം പിൻബലത്തോട് കൂടിയിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിൽ എത്ര പേർക്ക് മാറിക്കൊണ്ടുവരുന്ന ടെക്നോളജിയുടെ ബാക്ക്ഗ്രൗണ്ടിലും നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് കഴിയും? പലരും പറയാമോ പുതിയ ടെക്നോളജിക്ക് നമുക്കിനി സാധ്യതകളില്ല, നമുക്കിനി രക്ഷയില്ല, നമുക്കതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് പുറകോട്ട് പോകുന്നവരാണ് മഹാഭൂരിപക്ഷം എന്നിരിക്കെ ചോദ്യം, സംരംഭകത്വം ഒരു ജീവിത മാർഗമായിട്ട് സ്വീകരിച്ച് ഈ മുറിയിലിരിക്കുന്ന ആൾക്കാരിൽ എത്ര പേർക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജിയെ സ്വന്തം തൊഴിലിലേക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും? അവിടെയും ജയചന്ദ്രൻ ഉദാഹരണം എടുത്ത് കാണാം.